ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബെൻസ് എന്ന ഭീമൻ വാഹന നിർമ്മാണ കമ്പനിയുടെ ഒരു സ്വകാര്യ അഹങ്കാരമായ ബെൻസിൻ്റെ തന്നെ W123 എന്നൊരു ലെഗസി വെഹിക്കിളെ തന്നെയാണ്. 1981 പ്രൊഡ്യൂസ് ചെയ്ത ഈ വാഹനം കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ്സ് ആയിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടത്. $300D, $240D, $200D എന്ന് തുടങ്ങിയ വേരിയൻസിലാണ് ഇതിന് എൻജിൻ സ്പെക്ക് എല്ലാം വന്നിരുന്നത്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണുന്ന വാഹനം 81 മോഡൽ, വളരെ റിഫൈൻഡ് ആയിട്ടുള്ള, റിലയബിൾ ആയിട്ടുള്ള, വളരെ മികച്ചൊരു വാഹനം തന്നെയാണ്. ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വളരെ റെയറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ്. ഇന്ന് മികച്ച രീതിയിൽ വളരെയധികം കിലോമീറ്റർ ഓടിയ വാഹനങ്ങൾ നമുക്ക് ഇന്ന് ലോകരാജ്യത്തിൽ കാണാനും കഴിയും. കാരണം അത്രമാത്രം ഈ വാഹനത്തിൻ്റെ സ്പെക്ക് ക്വാളിറ്റി ഉണ്ട്. ഈ വാഹനത്തിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് തന്നെ ഇത് ഇന്ത്യക്കകത്ത് വളരെ ലെജൻഡറി ആയിട്ടുള്ള ഒരു വിൻറ്റേജ് വെഹിക്കിളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വാഹനത്തിൻ്റെ പ്രൊഫൈലായും സൈഡ് പ്രൊഫൈലായും ശരി, തീർച്ചയായിട്ടും ഇന്ന് എല്ലാ യുവാക്കളും വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ ഒരു ഫിഗർ തന്നെയാണത്. ഇതിൻ്റെ തന്നെ പല വേരിയൻസും ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഡീസൽ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ പെട്രോൾ വേരിയൻറ്റും ഓട്ടോമാറ്റിക് വേരിയൻസും നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. 1976 മുതൽ 86 കാലഘട്ടത്തിലാണ് ഈ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ ലൈൻ ഇപ്പോൾ നടന്നിട്ടുള്ളത്. പ്രധാനമായും നമ്മൾ ഈ വാഹനം കാണുന്ന സലൂൺ ഡിസൈനിലും കൂപ്പ ഡിസൈനിലും ഒപ്പം എസ്റ്റേറ്റ് മോഡലെല്ലാം തന്നെ ഈ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ വാഹനത്തിൻ്റെ സവിശേഷതകൾക്കകത്ത് ഇന്ത്യയിലായാലും വളരെ സസ്പെൻഷൻ കുഷനിങ് എല്ലാം തന്നെ മികച്ച ഒരു സ്റ്റെബിലിറ്റി വെഹിക്കിളാണ് ഈ വാഹനം എന്ന് പറയേണ്ടി വരും. ഈ വാഹനത്തിൻ്റെ അലോവിൽ ഡിസൈൻ ആയാലും നമുക്കറിയാം, ഇന്ന് നമുക്ക് അധികം കാണപ്പെടാത്ത ഒരു മികച്ച വേരിയൻറ്റ് അലോവിൽ തന്നെയാണ്. വളരെയധികം പ്രൈസ് റേഞ്ചുള്ള പല ആളുകളും ഇത്തരം അലോവിൽ ലഭിക്കുമോ എന്ന് കാത്തിരിക്കുന്ന ഒരു വെഹിക്കിൾ സ്പെക്ക് തന്നെയാണ് ഈ വാഹനം. ഇതിൻ്റെ ഇന്ന് ബെൻസ് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും ആദ്യത്തെ വാഹനമാണ് W124 ക്ലാസ് E20 എന്നുള്ളത്. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ നമ്മൾ ആ വാഹനത്തെയും പരിചയപ്പെടുന്നതായിരിക്കും.